ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം സ്നാക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ നേന്ത്രപ്പഴത്തിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുട്ടുപൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് മട്ടരി കഴുകി ഉണക്കി പൊടിച്ച് വറുത്തെടുത്ത പുട്ടുപൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന രീതിയിൽ പൊടിയൊന്ന് നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. നമ്മളെല്ലാവരും പുട്ടുണ്ടാക്കുന്നത് തന്നെയാണല്ലോ. ഇനി നമ്മൾ പുട്ടുകുറ്റിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ കൂട്ട് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കുക, ശർക്കരയിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഫില്ലിങ്ങൊക്കെ ഇടയിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. എന്നാലേ ആവി വരുള്ളൂ. അല്ലെങ്കിൽ ആവി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കൂടുതൽ നമ്മൾ ആ പഴത്തിൻ്റെ കൂട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടുകുറ്റിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇപ്പോൾ അടുത്ത് പുട്ടുകുറ്റിയിലൊരു ബിരിയാണി ചെയ്തില്ലേ, അന്ന് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് ഏതാ പുട്ടുകുറ്റിയെന്ന്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഒരു രീതിയിലുള്ള പുട്ടുകുറ്റിയാണ്. ഏത് പുട്ടുകുറ്റിയിലും നിങ്ങൾക്ക് ആ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതും സാധാരണ പുട്ടുകുറ്റി പോലെ തന്നെയാണ്. ഇങ്ങനെ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആവി വരും. അതുകൊണ്ടാണ്, കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും. അപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പഴംപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു പുട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഉള്ളിലുള്ള ഫില്ലിങ്ങും ഈ പൊടിയും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് ആവി കയറി വരുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്